പൊസിഷൻ ആണ് ഓഫർ ചെയ്തത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന വർക്ക് വിസയാണ്. പുള്ളി ചൂസ് ചെയ്തത് വർക്ക് വിസയാണ്. അവരുടെ മിസ്റ്റേക്ക്, അതായത് ആ വെയർ ഹൗസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു ടൈം ഫ്രീഡം ആണ് സത്യത്തിൽ എന്നെ ഇതിലോട്ട് അട്രാക്ട് ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ആമസോൺ വെയർ ഹൗസിലെ ഡെലിവറി ഡ്രൈവേഴ്സ്? ഈ വെയർ ഹൗസ് ഡെലിവറി ജോബിന് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി വേണോ? നമുക്ക് ഇൻഷുറൻസ് വേണോ? അപ്പം നമ്മുടെ ഒപ്പം അതിൽ വർക്ക് ചെയ്ത രണ്ട് വ്യക്തികളുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ലാസ്റ്റ് ഈ ജോലിയിൽ എത്ര ശമ്പളം കിട്ടും? നമ്മളിവിടെ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ വിധത്തിൽ ശമ്പളം നോക്കി തന്നെ ജോലിക്ക് കയറുന്നവരാണ്. എൻ്റെ പേയ്മെൻറ്റും ഇവൻ്റെ പേയ്മെൻറ്റും വളരെ വ്യത്യസ്തമായിരുന്നു. ഒന്നെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ റെൻറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഈ റെൻറ്റ് ചെയ്യുന്ന വണ്ടിയാകുമ്പോൾ നമുക്ക് ഈ വീക്കിലി തന്നെ ഇതിന് 210 പൗണ്ടാണ് ഞാൻ ഇപ്പോൾ റെൻറ്റ് ചെയ്യുന്ന വണ്ടിക്ക് ഞാൻ കൊടുക്കാനുള്ളത് ഓരോ വീക്ക് കഴിയുമ്പോഴും. പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഡേയിലെ സാലറി എന്ന് പറയുമ്പോൾ 9 അവർ വർക്ക് ചെയ്യുന്നതിന് 148 പൗണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 600+ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അറൗണ്ട് 700 ആണെന്ന് തോന്നുന്നു നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമുക്ക് 5 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ വണ്ടിയുടെ റെന്റ് എന്ന് പറയുന്നത് ഇതിന് ഡിഡക്റ്റ് ആവും. അപ്പോൾ അതൊരു വലിയ ലോസ് തന്നെയാണ്. പക്ഷേ ലോസ് ആണെങ്കിൽ പോലും 5 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 500 പൗണ്ടിന് മുകളിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഷുവറാണ്. ഒരു സാധാരണ വെയർ ഹൗസിൽ പോയി നമുക്കറിയാം. ഇപ്പം ഞാൻ ഒരുപാട് കാലം വെയർ ഹൗസ് ജോലി ചെയ്ത വേറെ വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പം വെയർ ഹൗസിൽ നമ്മളിപ്പോൾ 8-9 മണിക്കൂർ വർക്ക് ചെയ്താണ് ഈ പൈസ കിട്ടുന്നത്. അതെ, അത് ഞാൻ പക്ഷേ ഈ ആമസോൺ ഡെലിവറിന്റെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ചെയ്ത് തീർക്കുന്നു അത്രത്തോളം വേഗത്തിൽ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഒരു എക്സാം ചില ദിവസങ്ങളിൽ ഞാൻ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ 100 പൗണ്ടൊക്കെ ഒരു ദിവസം കിട്ടുന്നത്. നമ്മൾ ആ വണ്ടിയിൽ ഇരിക്കണം, ഇത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടുള്ള വെച്ചാൽ നമ്മളെല്ലാവരും മാക്സിമം ഫാസ്റ്റിലാ ചെയ്യാൻ നോക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ ഡെലിവറി ഡ്രൈവേഴ്സ് ഒക്കെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി കൊണ്ടുപോകുക. സ്പീഡ് ലിമിറ്റ് കൂടി എന്നുള്ള ഒരു ഫൈൻ നമ്മളിൽ നിന്ന് പോകും. നമ്മളിപ്പോ അങ്ങനെ സ്പീഡ് ഓവർ അങ്ങനെ പോകുന്നല്ല പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വണ്ടി വെക്കും, നമ്മൾ വണ്ടിയിൽ പാസ് എടുത്ത് നമ്മൾ സ്പീഡിൽ പോയി കൊണ്ടു കൊടുക്കും. വേറോസിലൊക്കെ ഉള്ളപ്പോ നമ്മൾ ഒരു ആടിക്കഴിഞ്ഞ് മടിച്ചുള്ള പണിയാണ്. പെട്ടെന്ന് തന്നെ പാർസൽ വണ്ടി നിർത്തുന്നു, പാർസൽ എടുക്കുന്നു, പോകുന്നു, പെട്ടെന്ന് കൊടുത്തു വരിക. നമ്മളത് പറയാം, നമ്മൾക്ക് അവർ ട്രെയിനിങ് തരുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സമയമെടുത്ത് ഡെലിവറി ചെയ്യാവൂ എന്നുള്ളത്. കാര്യം അവരുടെ കണ്ണിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ഈ സ്പീഡിന് ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യത കൂടെയാണ്. അവരുടെ പാഴ്സൽ നമുക്ക് ക്വിക്കായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുമെന്നുണ്ടെങ്കിൽ അവർക്കത് വേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെലിവറിയാണ്. പിന്നെ ഇവിടെ ഏത് ജോബിന് പോകുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്പോൺസർഷിപ്പ് കിട്ടുമില്ലേ? ഈ ജോബിന് ഒരു സ്പോൺസർഷിപ്പ് കാര്യങ്ങളില്ല, ചാൻസ് ഇല്ല. നമുക്ക് അറിയാവുന്നതാണ് കാര്യം. അത് നമ്മളിപ്പോൾ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ല. കാര്യം ഞാൻ ഇന്ന് ഈ ജോലി വിട്ടു പോയി കഴിഞ്ഞാൽ എന്റെ സ്ഥാനത്ത് 3 പേര് വരും. ഈ പറയുന്ന ആമസോൺ ആയിരുന്നാല് നമുക്കിപ്പോൾ അറിയാവുന്ന ഇഷ്ടംപോലെ വെയർ ഹൗസ് ഉണ്ടല്ലോ. സ്കിൽഡ് ലേബർ, അൺസ്കിൽഡ് ലേബർ എന്ന 2 ടൈപ്പിലാണ് ആളുകളെ ഹയർ ചെയ്യുന്നത്. സ്കിൽഡ് ലേബർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു സൂപ്പർവൈസർ, മാനേജറിന്റെ മുകളിലുള്ള ജോലികളായിരിക്കും. അവർക്ക് മാത്രമേ ഈ പറയുന്ന അവർക്കും എനിക്കറിയാവുന്ന മാനേജേഴ്സ് എൻ്റെ വെയർ ഹൗസിലുണ്ടായിരുന്നു. അവർക്ക് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടിയത് ഇവിടെ ജോലി ചെയ്തതുകൊണ്ട് സ്പോൺസർഷിപ്പ് കിട്ടിയത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഒരു ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ ഈ സ്പോർട്സ് ഡയറക്ടറിൻ്റെ, അതായത് ഫ്രൈസേഴ്സിൻ്റെ വെയർ ഹൗസിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഏകദേശം ഞാനൊരു അറൗണ്ട് 2 years വർക്ക് ചെയ്തിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ അവിടെ ഉണ്ടായ ഇൻസിഡൻ്റാണ്. അവിടെ ഒരാൾക്ക് കമ്പനിയുടെ, അതായത് അവിടുത്തെ വെയർ ഹൗസിലെ മിസ്റ്റേക്ക് കൊണ്ട് പുള്ളിയുടെ കാലിനൊരു അപകടം പറ്റിയിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച 2 ഡീൽസാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു സ്ഥാനക്കയറ്റം പോലെ ഹയർ പൊസിഷൻ ആണ് ഓഫർ ചെയ്തത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന വർക്ക് വിസയാണ്. പുള്ളി ചൂസ് ചെയ്തത് വർക്ക് വിസയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാരും ട്രൈ ചെയ്തത്. നമുക്ക് നമ്മുടേതല്ലാത്ത മിസ്റ്റേക്ക്, അതായത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള PPE ഫോളോ ചെയ്ത്, PPE എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഗ്ലൗസ്, നമ്മുടെ സേഫ്റ്റി ബൂട്ട്സ്, പിന്നെ ഹൈ വെസ്റ്റ്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അവരുടെ മിസ്റ്റേക്ക്, അതായത് ആ വെയർ ഹൗസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം വെയർ ഹൗസ് അല്ലെങ്കിൽ വെയർ ഹൗസ് അധികൃതരോ അല്ലെങ്കിൽ ആ കമ്പനിയോ ആയിരിക്കും. ഇപ്പൊ നമുക്ക് എന്താണ് ഡെലിവറി ജോബ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഏകദേശം മനസ്സിലായി. ഇനി എവിടെ നിന്നാണ് നമുക്ക് ഈ ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണ്, ഏത് പോർട്ടലിൽ നിന്നാണ് ഈ ജോബ് കിട്ടണത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇൻഡീഡ് ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. ഇൻഡീഡിൽ ഉണ്ടാവും. ഇൻഡീഡിൽ മൾട്ടി ഡ്രോപ്പ് ഡെലിവറി ഡ്രൈവർ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം വരും. നമ്മുടെ ഏരിയയിലുള്ള ഒരു വിധം എല്ലാം വരും ഇൻഡീഡിൽ. പക്ഷെ ഞാൻ കമ്പയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന സംഭവമുണ്ട്, അതിനോടൊപ്പം നമുക്ക് ബെനിഫിറ്റ്സും ഉണ്ട്. ഈ രണ്ടും കൂടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഞാൻ ആമസോൺ ഡെലിവറിയാണ് ബെറ്റർ എന്നുള്ളതിലോട്ട് എത്തിയത്. ഇപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഹൗസിലെ കാര്യം അറിയാം, കാലിൽ നിന്നേ പറ്റത്തുള്ളൂ, നമുക്ക് നിന്നേ പറ്റത്തുള്ളൂ, ഇരിക്കാനുള്ള ഓപ്ഷനില്ല. അങ്ങനെയുള്ളൊരു ജോലി വേണമോ? ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അതിനെക്കാട്ടി നമുക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ വണ്ടിക്കകത്തിരുന്ന്, എളുപ്പമല്ല, വണ്ടിക്കകത്തിരുന്ന് നമ്മൾ
ഓരോ മിനിറ്റിലും നമ്മൾ വെളിയിറങ്ങേണ്ടി വരും. ഒരു ദിവസം നമ്മൾ ഏകദേശം 200 പ്രാവശ്യം വണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യേണ്ടി വരും. ഇറങ്ങിയും കയറുകയും ചെയ്യേണ്ടി വരും. പണി നല്ല ഹാർഡ് വർക്കാണ്, പക്ഷെ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് ഡെലിവറി ചെയ്യാം. നമ്മൾ ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാരാണ് മീറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഗുണം വെച്ചാൽ നമ്മളിപ്പം നമുക്ക് ഒരു നോർമൽ ആൾക്കാർക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളും നമുക്ക് ഈ ഡെലിവറിയിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസും ഉണ്ടാവും. വെയർ ഹൗസിന്റെ അകത്താകുമ്പോൾ നമ്മൾ എന്നും കാണുന്ന ആളുകളെ, പക്ഷെ നിങ്ങൾ ഈ ഡെലിവറി ജോബ് ആകുമ്പോൾ ഒത്തിരി വ്യത്യസ്തതരമായിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. അപ്പം അവർക്കിടെയൊക്കെ ഒരു അനുഭവം, അതായത് ഒരു മോശം അനുഭവമായിട്ട് നല്ല അനുഭവം എങ്ങനെയാണ് ഫീൽ ചെയ്യണം ഇവിടുത്തെ ആളുകളായിട്ട് കോൺടാക്ട്? എനിക്ക് കൂടുതൽ ഉണ്ടായത് നല്ല അനുഭവങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ദിവസം ഞാൻ ഇതേപോലെ നമ്മൾ സ്പീഡിലാണല്ലോ ചെയ്യുക, എനിക്ക് വണ്ടി വളച്ചെടുക്കണം. അപ്പൊ സൈഡിൽ മൊത്തം കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്ഥലമില്ല, സ്പേസ് ഇല്ല. അപ്പൊ ഞാൻ ഒരു കെർബിന്റെ സൈഡിൽ കൂടെ കയറ്റിയെടുത്ത് വണ്ടി വളച്ചെടുത്തു. അപ്പം കയറിയ സമയത്ത് ഈ കെർബ് തട്ടിയിട്ട് വണ്ടിയുടെ അടിയിലുള്ള എഞ്ചിന്റെ കവറിങ് ഇല്ലേ, അത് ഊരിപ്പോയി. അതായത് ഒരു സൈഡ് ഊരിപ്പോയി, മറ്റേ സൈഡാണ് അതിന്റെ നെറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് ഊരാനും പറ്റില്ല. അപ്പൊ നിലത്തൂടെ ഇങ്ങനെ ഉരഞ്ഞു കിടക്കാണ് സംഭവം. അപ്പൊ എനിക്കത് ഊരി മാറ്റിയാലേ എനിക്ക് പോകാൻ പറ്റൂ. അപ്പൊ എന്റെ വണ്ടിയിലാണ് ടൂൾസിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിട്ട്, അപ്പൊ ഞാൻ ഇവരെ ഡിപ്പോയിട്ട് വിളിച്ചപ്പോൾ അവര് പറഞ്ഞാൽ അവര് വരാന്ന്, പക്ഷെ അവര് വരാൻ ടൈം എടുക്കും. അപ്പൊ അത്രയും സമയം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെയുള്ള നെയ്ബേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, വയസ്സായ ആൾക്കാര്. അങ്ങനെ ഇവര് വന്ന് ഇവര് ടൂൾസ് ഒക്കെ എടുത്ത് അത് നിലത്തൊക്കെ കിടന്ന് വണ്ടിന്റെ ഉള്ളിലൊക്കെ പോയി കിടന്ന് ഊരിയൊക്കെ എടുത്ത് മാറ്റി തന്ന്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇത് നിന്റെ ഫോൾട്ടല്ല, അവിടെ അവര് കാറ് പാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, അവർ കാറ് പാർക്ക് ചെയ്തോണ്ടാണ് എനിക്ക് സ്പേസ് ഇല്ലാഞ്ഞിട്ട്. അങ്ങനെയൊക്കെ വന്ന് ഫുൾ അത് ഊരി തന്നെ അത് നിലത്ത് കിടന്നിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ ആരെങ്കിലും ചെയ്യില്ല പറഞ്ഞത്. പക്ഷെ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ, ഇവര് ഭയങ്കര വൈറ്റ് ആൾക്കാരാണ്, അപ്പൊ നമ്മളൊരു ബ്രൗൺ സ്കിൻ, അപ്പം റേസസ് ഉണ്ടോ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നമുക്ക് താങ്ക്സ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തോ അവർക്ക് വലിയൊരു ഫേവർ ചെയ്ത് അതിന് നമ്മൾ അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്ന ആ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ആലോചിക്കണം, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് കൂടുതൽ ശമ്പളം എടുത്ത് ജോലി ചൂസ് ചെയ്യണത്. ആ ഒരു ജോലി ചെയ്യുന്നത് വെച്ചാൽ നമ്മളതൊരു വെറും ജോലിയായിട്ട് കാണുമ്പോഴും മറ്റൊരാൾ അതൊരു വലിയ സർവീസ് ആയിട്ട് കണ്ട് അതിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മൾ സഹായിക്കില്ല, എടുക്കില്ല എന്നൊന്നും പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഞാനായിരുന്നപ്പോൾ ഇപ്പം ഞാൻ എന്നെ പറയാം, ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നാട്ടിലായിരുന്നപ്പോഴും ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ പലതരം ഓൺലൈൻ സൈറ്റ്, മിക്കവാറുള്ള എല്ലാ ഓൺലൈൻ സൈറ്റിൽ കാണുന്ന ചപ്പൻ ചോറും എല്ലാം ഞാൻ വീട്ടിലോട്ട് മേടിക്കുമായിരുന്നു. ഈ വീട്ടിലോട്ട് മേടിക്കുന്ന ഒരു സാധനം പോലും ഞാൻ കൊണ്ടുതരുന്നവന് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഒരു താങ്ക്സ് പറഞ്ഞിട്ടില്ല. ഒരു കപ്പ് ചായ വേണമെന്നാ ഇച്ചിരി വെള്ളം വേണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ ഇവര് നമ്മളെ ഓരോ പ്രാവശ്യവും ഇത് താങ്ക്സ് പറയുന്നതായിരുന്നാലും ശരി, നമ്മൾ അത്രയും കൈൻഡ് ആയിട്ട് നമ്മളെ ഡീൽ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്ര കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചില ആൾക്കാരുണ്ടോ, അവര് നമ്മൾ ഈ ഡെലിവറി അവർക്ക് ഫോണിൽ കാണാൻ പറ്റില്ലോ, നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലോ. നമ്മൾ വരുന്ന കാലത്ത് ഇങ്ങനെ കേട്ടെടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കര സന്തോഷം, ഭയങ്കര താങ്ക് യു സോ മച്ച്, യു ആർ എ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഇതാക്കി വിടും. നമ്മളെന്തോ വലിയ സംഭവം ചെയ്തവരാ. ഒരു ഫൈനലായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് വന്നവരാണല്ലോ, ഇത് നമ്മൾ എത്രത്തോളം ഫ്യൂച്ചറിലോട്ട് നമുക്ക് ഈ ജോബ് അത് ഇതൊരു താൽക്കാലിക ജോബായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്? ഒരറിവും ചെറുതല്ല, അതെങ്ങനെ എല്ലാവർക്കും അറിയാം. നമുക്ക് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലോജിസ്റ്റിക് പരമായിട്ടാണ് ജോലി നോക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ പഠിച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വണ്ടി റെന്റിന് എടുത്തിട്ട് വേറെ ഡ്രൈവേഴ്സിനെ വെച്ചിട്ട് ഈ ഡെലിവറി ചെയ്യാം. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ, ഇപ്പോൾ UK മാത്രമല്ല ഏത് യൂറോപ്യൻ കൺട്രീസിലായിരുന്നാലും ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ ചെയ്തു തരാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് നമുക്ക്. സോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അറിവുകൾ, അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയൊരു ചെറിയ അറിവൊന്നുമില്ല, നമ്മൾ ഓരോ കാണുന്ന വ്യക്തികൾ വ്യത്യസ്തരാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന ഈ പറയുന്ന ഏജൻസി ആയിരുന്നാലും ശരി, നമ്മൾ ഓടിക്കുന്ന വണ്ടി ആയിരുന്നാലും ശരി, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് പുതിയ കാര്യമാണ്. ഇതൊരു പുതിയ കാര്യമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം UK എന്താണ് ഡെലിവറി ജോബ് എന്നുള്ളതിന്റെ ഏകദേശം അല്ല നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം, നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയായിരിക്കും. അപ്പൊ എനിവേ, അബി സുഖേജാണ്, ബൈ.